And then sometime, one occasion, one person come and ask him, "Oh master, I want to come and see your house." അത് ഒരിക്കലും ഒരു മനുഷ്യൻ പറഞ്ഞു, നീ എവിടെ പാർക്കുന്നു, അതിന്റെ വീടൊന്ന് കാണണമെന്ന് പറഞ്ഞു. Then he said, the foxes are holes and the birds have nests, but the Son of God has no place to lay down his head. അത് കർത്താവായ യേശു പറഞ്ഞു, അത് ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, അത് കുറുനരികൾക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രന് പാർക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞു. So you know through what all hardship our Lord Jesus went through. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. As a boy he lived, and as a young man till the age of 30 he worked as a carpenter. കർത്താവ് തന്നെ 30 വയസ്സ് വരെ തന്റെ വീട്ടിൽ അത് ഒരു തച്ചനായിട്ട് ജോലി ചെയ്താണ് ജീവിച്ചത്. That's why when he came to his own village, they did not accept him, they did not believe in him, said, "This is son of Mary, the carpenter." അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുമായി വന്നപ്പോൾ അവർ അംഗീകരിക്കാതെ ഇവനൊരു തച്ചനല്ലേ, മറിയുടെ മകനല്ലേ എന്ന് വിളിച്ചാക്ഷേപിച്ചത്. So our heavenly Father was pleased to see his son going through the sufferings. സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്റെ പുത്രൻ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് കണ്ട് അതിൽ പ്രസാദിച്ചു. So that he became the captain of their salvation. അതെന്തിനു വേണ്ടിയായിരുന്നു? അവൻ രക്ഷയുടെ നായകനാകുവാൻ വേണ്ടി. Similarly, brother, sister, when you go through suffering, God is happy. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം സന്തോഷിക്കുകയാണ്. Hallelujah. Hallelujah. How many of you are happy to say that? അത് എത്ര പേർക്ക് സന്തോഷമാണ്? സ്തോത്രം. When you go through the suffering, God of heaven is watching you. നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Oh, my son and my daughter is getting ready. അതെ, എന്റെ മകനും മകളും അവർ അങ്ങനെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. But when you pray, Lord, take away this course of suffering, God is grieved. എന്നാൽ നിങ്ങൾ അതിന് പകരം കർത്താവേ ഈ കഷ്ടമെങ്കിൽ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയാണ്. Do you hear that? നിങ്ങൾ കേട്ടോ? How many of you understood that? എത്ര പേർക്ക് അത് മനസ്സിലായി? I say again, ഞാൻ ഒന്നുകൂടെ പറയാം. when you go through the path of suffering willingly, God is happy. നിങ്ങൾ കഷ്ടതയുടെ വഴികൾ താണ്ടുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം സന്തോഷിക്കുകയാണ്. But when you pray, Lord, no, Lord, take it away, then God is grieved. എന്നാൽ അതിന് പകരം നിങ്ങൾ കഷ്ടത വരുമ്പോൾ കർത്താവേ ഈ കഷ്ടം ഒന്ന് മാറ്റി തരണമേ, എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു. Hallelujah. Praise the Lord. You may say this is a different preaching. You may say that this is a different preaching. നിങ്ങൾ ഒരുപക്ഷെ പറയുക ഒരു വ്യത്യസ്തമായ പ്രസംഗമാണെന്ന്. My dear friend, this is the true preaching of the word of God. എന്റെ പ്രിയ സഹോദരന്മാർ, ഇതാണ് യഥാർത്ഥ വചനത്തിന്റെ പ്രസംഗം. ഹല്ലേലൂയ. I am giving you the true milk. ഞാൻ നിങ്ങൾക്ക് സത്യമായ പാലാണ് തരുന്നത്, നിർമ്മലമായ പാല്. God uses all kinds of suffering to qualify us to become part of New Jerusalem. പുതിയ യെരൂശലേമിന്റെ ഭാഗവാക്കാകുവാൻ, നമ്മളെ കൊള്ളാകുന്നവരാക്കുവാൻ ദൈവം എല്ലാ വിധത്തിലുള്ള കഷ്ടതകളും നമ്മുടെ ജീവിതത്തിൽ തരുന്നു. So that's why Romans 8:28 we read like that. അതുകൊണ്ടാണ് റോമാലേഖനം 8:28 നമ്മൾ വായിക്കുന്നത്. Romans 8:28. റോമാലേഖനം 8:28. And we know that all things work together for good to them that love God, to them who are the called according to his purpose. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. All things work together for good. എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുക. Accident is also for good. അപകടവും നന്മയ്ക്കാണ്. Someone come and steal what all you have in the house, that's also for good.
ഒരാൾ ഒരു ദിവസം വന്ന് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയാലും അതും നന്മയ്ക്കാണ്. Children fail in the exam, it's also for good. കുട്ടികൾ പരീക്ഷയിൽ തോറ്റതും നന്മയ്ക്കാണ്. Neighbor comes and take away 2 feet of your land, it's also for good. അയൽക്കാരൻ വന്ന് നിങ്ങളുടെ അതിര് മാന്തി കുറെ സ്ഥലം കട്ടെടുത്തു, അതും നന്മയ്ക്കാണ്. Sickness after sickness, it is also for good. രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുമ്പോഴും ഓർക്കുക, അതും നന്മയ്ക്കാണ്. All things work together for good. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുകയാണ്. Some of you think that it is all from Satan. ചിലർ ചിന്തിക്കുന്ന ഇതെല്ലാം പിശാച് തരുന്നതാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. My dear, it is not from Satan. എന്റെ പ്രിയ സഹോദരന്മാർ, സാത്താനിൽ നിന്ന് വരുന്നതൊന്നുമല്ല. God is putting you from one course after another course. ദൈവം നിങ്ങളെ ഒരു കോഴ്സ് കഴിഞ്ഞ് മറ്റൊരു കോഴ്സിലേക്ക് ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. You know, these days we have compartment. If you passed in some about there are 12 subjects, about 6 subjects. If you have passed 3, you have to again write for the remaining 3. These days we have examinations compartments. So if there are 6 subjects, if one person passed 3 subjects and failed in 3, he'll have to appear for the 3 subjects again. ഈ ദിവസങ്ങളിലായി പരീക്ഷയെല്ലാം ഓരോ കമ്പാർട്ട്മെന്റുകളാക്കിയിരിക്കുകയാണ്. ഒരു പരീക്ഷയിൽ 6 വിഷയങ്ങളുണ്ടെങ്കിൽ 3 ജയിച്ചു കഴിഞ്ഞാൽ he'll have to, if he failed for the other 3, he'll have to write again the 3 subjects. 3 വിഷയം തോറ്റു കഴിഞ്ഞാൽ പിന്നെയും ആ വിഷയം നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കും. Similarly, in the test of God, if you have failed anywhere, opportunity is there for you. Praise the Lord. അതുപോലെ തന്നെ ദൈവത്തിന്റെ പരീക്ഷയിലും നിങ്ങൾ എവിടെയെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്നുകൂടെ നിങ്ങൾക്ക് അവസരമുണ്ട്. Be prepared. അത് നിങ്ങൾ തന്നെ ഒരുക്കിക്കൊള്ളുക. So it is the plan of God to try every saint of God. അത് പരിശോധനകളുടെ കഷ്ടങ്ങളോടെ കടത്തിവിടുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. 1 King chapter 6 verse 7. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 1 King chapter 6 verse 7. 1 രാജാക്കന്മാർ 6:7. And the house, when it was in building, was built of stone made ready before it was brought thither, so that there was neither hammer nor axe nor any tool of iron heard in the house while it was in building. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പെടുന്നതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിൽ കേൾക്കുവാനില്ലായിരുന്നു. Here we find when Solomon was building the temple, all the stones were prepared from the pit itself. ഇവിടെ നമ്മൾ വായിച്ചത് ശലോമോൻ രാജാവ് ദൈവാലയം പണിയുന്ന സമയത്ത് അത് പണിയുവാൻ വേണ്ടി കല്ലുകളെല്ലാം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ഒരുക്കിയാണ് കൊണ്ടുവന്നത്. So that when it is brought to the building site, there is no hammering and no preparation. അതുകൊണ്ട് അത് പണിയുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കൊത്തുവാനോ ചെത്തുവാനോ അതിന്റെ ശബ്ദങ്ങൾ കേൾക്കുവാനോ ഒന്നും ആവശ്യം വന്നില്ല. Similarly, you and I are brought on the Mount Zion near the city of God. അങ്ങനെ ദൈവം നമ്മളെ ദൈവത്തിന്റെ നഗരത്തിനരികിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്.